നിക്കാഹ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പോൾ അവളുടെ വീട്ടിലാണ്, കൂട്ടിക്കൊണ്ടിട്ടില്ല. എന്നും രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മാനെ വിളിക്കും. എന്നിട്ട് ഉമ്മയോട് പറയും, ഉമ്മ ഞാൻ കോളേജിലേക്ക് പോകാണ് കേട്ടോ. ഓക്കെ, എന്നും വിളിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, എന്നും വിളിക്കാം. പക്ഷെ ആ കുട്ടി ഒരു ദിവസം കോളേജിലേക്ക് പോകുകയാണ് എന്ന് വിളിക്കാൻ മറന്നുപോയി. ആ പെൺകുട്ടി മറന്നുപോയതാണ്. അപ്പൊ അന്ന് ഭർത്താവ് അവളെ വിളിക്കാൻ, നീ ഉമ്മാനെ വിളിച്ചിരുന്നോ? ഇല്ല. എന്റെ ഉമ്മാനെ വിളിക്കാഞ്ഞത് ഉമ്മാനെ വിളിക്കണ്ടേ? അപ്പൊ അവള് പറഞ്ഞാൽ ഉമ്മാനെ വിളിക്കാൻ മറന്നതാണ്. അപ്പൊ ഉമ്മ ആ ഫോൺ വാങ്ങണം. എന്റെ ഇപ്പം തന്നെ എന്നെയൊക്കെ വിളിക്കാൻ മറന്നുപോയോ? ആഹാ, അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമാവുമല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഒരു വിവാഹമോചനത്തിന്റെ അടുത്തേക്ക് ആ കേസ് എത്തുകയാണ്. എന്താ കാരണം? വീട്ടിൽ നിന്നൊന്നും കോളേജിലേക്ക് നിക്കാഹ് കഴിഞ്ഞു പോകുന്ന പെൺകുട്ടി എന്നും വിളിക്കും, ഒരു ദിവസം വിളിച്ചില്ല. അപ്പൊ ഈ ഭർത്താവിന്റെ ഉമ്മയുടെ, ഈ അമ്മായിമ്മയുടെ കിബറ് അവസാനം എവിടേക്കെത്തി? വിവാഹം ഈ അടുത്തു കഴിഞ്ഞ ഒരു കുടുംബത്തിലെ തന്റെ മകനാണ്, മറ്റൊന്ന് വേറെ ഒരാളുടെ മകളാണ്, ഇവരുടെ ത്വലാഖിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്താ സംഭവിച്ചത്? കിബറാൻ. ഒരുപക്ഷെ ഉമ്മ എന്നും 5 വക്ത് നിസ്കരിക്കുന്നുണ്ടാവും, റമദാൻ മാസത്തിൽ പദമനുഷ്ഠിക്കുന്നുണ്ടാവും. പക്ഷെ അവർ മനസ്സിലാക്കിയത് ഇതൊക്കെ എന്നോട് എപ്പോഴും ചോദിക്കുന്ന നല്ല സ്വഭാവമാണ്. പക്ഷെ മനുഷ്യരെന്ന നിലക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അബദ്ധങ്ങൾ, ചില പോരായ്മകൾ, അല്ലെങ്കിൽ സമൂഹം ചില കാര്യങ്ങൾ കാലാകാലമായി എഴുതി വെച്ച ചില കാര്യങ്ങളിൽ ചെറിയ ഒരു തകരാറ് സംഭവിക്കുമ്പോഴേക്ക് ഞാൻ എന്ന അഹംഭാവം വന്നു കഴിഞ്ഞാൽ പല ആളുകളുടെയും ജീവിതം അവിടെ നഷ്ടപ്പെടുന്നു.